ഹായ്, മാർക്കറ്റ് പ്രൊഫൈൽ സീരീസ് വീഡിയോ 4ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ലെറ്റേഴ്സിനെ കുറിച്ച് പറയുന്നു. എ ആദ്യത്തെ ലെറ്റർ 9:15 9:45. ആ ലെറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് എ ഫോർ ആക്ഷൻ. നോർമലി ആക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ എക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി പോകാൻ ചാൻസ് ഉണ്ട്. സോ എ ഫോർ ആക്ഷൻ. അടുത്തത് ബി ബാലൻസ് ആക്ഷൻ. ബി ഫോർ ബാലൻസ് ആക്ഷൻ. സോ ഈ ബാലൻസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എക്ക് മുകളിൽ ബി പോവുകയാണെങ്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ട്രെൻഡിങ് ഡേയ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എയും ബിയും ടുഗദർ കാൾഡ് ഐ ബി. സോ ഐ ബിയുടെ ആദ്യത്തെ 1 മണിക്കൂർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സി ഫോർ ചീറ്റിംഗ് എന്നാണ്. സി പീരീഡിൽ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ എടുക്കാൻ പാടില്ല എന്നത് റൂളാണ് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച്. എപ്പോഴും അത് ഓർത്തുകൊള്ളുക. ഡി ഫോർ ഡിറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പം ഒരു മാർക്കറ്റ് ഒരു മുകളിലോട്ടോ താഴോട്ടോ ഒരു ഡയറക്ഷൻ തരികയാണെങ്കിൽ ആ ഡയറക്ഷൻ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേ സ്ട്രക്ചർ ഫോർമേഷൻ ചാൻസ് ഉണ്ട്. ഫെയിലിയറും ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഫോർ ഡിറക്ഷൻ സക്സസ്സും ആവാം, ഫെയിലിയറും ആവാം. അടുത്ത ലെറ്ററാണ് ഇ ഫോർ എക്സ്റ്റൻഷൻ. എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇ ഫോളോ ചെയ്യും. ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റൻഷൻ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹെവി റിവേഴ്സലിന് വളരെയധികം കാരണമായ ഒരു ട്രേഡ് ഇതാണ്. അപ്പം A B C D E അടുത്ത വീഡിയോയിൽ ബാക്കി ലെറ്റേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്.